മഞ്ഞപ്പുറം മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. നമ്മളത് സർവീസിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എന്താ ഭാഗങ്ങളത് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി നമ്മളതിൻ്റെ ക്ലച്ച്, എയർ ഫിൽറ്റർ, അതുപോലെ പ്ലഗ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗമാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് എവിടെയായിട്ട് കയറ്റി ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മളതിൻ്റെ ക്ലച്ച് ഷൂ ഒക്കെ പുതിയതാണ് കാണുന്നത്. എന്നിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്, ക്ലച്ച് ഷൂ മാറിയിട്ടുണ്ട്. അതുപോലെ ബെൽറ്റും പുതിയതാണ്. ബെൽറ്റ് കിടക്കുന്നത് കമ്പനി ബെൽറ്റ് ഉള്ള ഒരു റോളാൻ പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ ബെൽറ്റാണ് കിടക്കുന്നത്. നിലവിലെ ബെൽറ്റ് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിനെ യൂസ് ചെയ്യാം. ഇവിടെ ക്ലച്ച് ഷൂ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഇതാണ് കിടക്കുന്നത്, കമ്പനി ആയിട്ടൊന്നും അല്ല കിടക്കുന്നത്. എന്നാലും തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തരാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തൊരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഈ ക്ലച്ച് ബെൽറ്റ് വർക്കിയുടെ പുള്ളിയാണിത്. അത് ഫുള്ളായിട്ട് തുരുമ്പായിരിക്കുകയാണ്. അങ്ങനെ ഓടിയിട്ട് ഈ ഒരു പുള്ളിക്ക് ഈ ഹോളിന് അത്യാവശ്യം നല്ല രീതിയിൽ ഹോള് വന്നിട്ടുണ്ട്. ഈ ഒരു ഹോള് അപ്പോൾ നമുക്ക് ഈ ക്ലച്ച് പുള്ളി നമുക്കത് മാറ്റിക്കളയട്ടോ. ഈ ക്ലച്ച് പുള്ളി മാറ്റണം. അതുപോലെ ഈ പീ സ്ലൈഡറും മാറ്റാം. ക്ലച്ചിൻ്റെ ഭാഗത്ത് വരുന്ന ഈ പീ സ്ലൈഡർ പറയുക, അതുകൂടി മാറ്റി റീസെറ്റ് ആക്കണം. എന്നാലാണ് ക്ലച്ചിൻ്റെ ഭാഗം ക്ലിയർ ആവുന്നത്. അതുപോലെ നമ്മൾ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ കുഴപ്പമൊന്നുമില്ല, നല്ല ഫിൽറ്ററാണ്. അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് റൈറ്റിൻ്റെ കേബിളായാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. സ്പീഡോമീറ്റർ കേബിളും കുഴപ്പമൊന്നുമില്ല. സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്ത ആ വീലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ക്രൗഡും പിന്നെയാണ് അതിൻ്റെ കംപ്ലൈൻ്റാണ്. അതുപോലെ ഈ ഷോക്കപ്പിൻ്റെ പുഷുകളായാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതൊക്കെ യൂസ് ചെയ്തപ്പോൾ ഈ ലിങ്ക് പുഷ് നമുക്ക് മാറ്റണം. കറക്റ്റ് വർക്കിംഗ് അല്ല, ലിങ്ക് കറക്റ്റ് വർക്കിംഗ് അല്ല, നല്ല ടൈറ്റാണത്. ഈ രണ്ട് ലിങ്ക് പുഷും മാറണം നമുക്ക്. പിന്നെ സെൽഫ് വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ബാറ്ററി ഭാഗത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് 2021 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ബാറ്ററിയുടെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 12.65 നിലവിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കും. ബാറ്ററി വല്ല ഡാമേജ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററി മാറ്റി കഴിഞ്ഞാലാണ് സെൽഫിൻ്റെ കാര്യം ക്ലിയർ ആവുള്ളൂ കേട്ടോ. അതേപോലെ ഇത് ആക്സിഡൻറ്റ് ചെയ്യുമ്പോൾ നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ അതിനെ യൂസ് ചെയ്യാം. അതേപോലെ നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്താണ്. എഞ്ചിൻ ഓയിൽ മാറ്റണം. എഞ്ചിൻ ഓയിൽ തീരെ ലെവലില്ല, നല്ല രീതിയിൽ ലെവൽ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓയിൽ തട്ടിക്കാണെങ്കിൽ കംപ്ലൈൻ്റ് ഉണ്ട്. ഓയിലൊക്കെ എത്തുന്ന ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് പോകണം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓയിൽ കിടക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എൻ്റെ ഹെഡിൻ്റെ ഭാഗം സിലിണ്ടർ ഭാഗത്ത് അയച്ച് ചെക്ക് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അത് തൽക്കാലം നമ്മൾ ഓയിലൊന്നും മാറ്റി റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്ക് വീലും കൂടി ഒക്കെ അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് വീൽ അയച്ചുകൊണ്ടാണ് ബാക്ക് വീൽ അയക്കാത്തത്. ബാക്ക് വീലും കൂടി അയച്ചിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കണം. നമ്മൾ ബ്രേക്കൊക്കെ ഉപയോഗിക്കാണ്ട്, ബ്രേക്സ് ഉപയോഗിക്കാണ്ട്. നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. ഈ ക്ലച്ച്, പുള്ളി, പീ സ്ലൈഡ്, ബാറ്ററി, എൻജിൻ ഓയിൽ, അതൊക്കെയുള്ള വാഷിങ്, അതൊക്കെയുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. പിന്നെ അതിൻ്റെ പൊല്യൂഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പൊല്യൂഷൻ ഇല്ലെങ്കിൽ അതുകൂടി ഒന്ന് എടുത്ത് തരാം. ഓക്കെ, അപ്പോൾ ഈ എസ്റ്റിമേറ്റ് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.